ഇന്നൊരു കടലച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം വെച്ചു, പിന്നെ അതിലോട്ട് ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിലിടണ ഒരു ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ അരി ഒന്ന് നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അങ്ങനെ തിളപ്പിച്ച് ഊറ്റി എടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമ്മളിവിടെ കടല, കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ അരി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇതൊന്ന് ഊറ്റിയിട്ട് കൊടുക്കാം. അങ്ങനെ അതിലോട്ട് ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിലോട്ട് ഊറ്റിയിട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് ഇനിയൊരു പാൻ വെച്ചു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് മൂക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറ്റയ്ക്ക് ഒരു 4 മുളക് ഇട്ട് കൊടുക്കുകയാണ്, കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കളറായി വരുന്നു. അങ്ങനെ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി മാത്രമേ ഉള്ളൂ, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇട്ടെടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ചോറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് അത് ചോറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറിലിട്ടെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് കുറച്ച് ഏലക്കായ് പൊടിച്ചതും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ മതി. എന്നിട്ട് ആ വിസിലൊന്ന് വിസിലടിച്ചതിന് ശേഷം പെട്ടെന്ന് തീ ഓഫാക്കണം. എന്നിട്ട് ആ വിസിൽ പോകുന്ന വരെ ആവിയിൽ കിടന്നത് വേവണം. പിന്നെ അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുക്കർ ഇത് അവിടെ മൂടി വെച്ച് ഒരു വിസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കുക്കർ ഒരു വിസിൽ അടിച്ചു. ഇനി നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചോറ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേവൊക്കെയായി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ പച്ചരി വെച്ചിട്ടാണ് കടലച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മളെ കടലച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.